അത്ഭുത മന്ത്രിയാണ്, വീരന ദൈവമാണ്, നിത്യപിതാവാണ്. അത്ഭുത മന്ത്രി എന്ന് ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല. എന്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അത്ഭുത മന്ത്രിയാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കും ഇവർക്കൊരു ജോലിയുമില്ല എന്ന്. എന്നെ നടത്തിയത്, എന്നെ ഇങ്ങനെ നിർത്തിയത് എന്റെ യേശു കർത്താവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാൻ രോഗത്താൽ ഭാരപ്പെട്ടപ്പോൾ ഡോക്ടർമാർ, നമുക്കറിയാം, രോഗികളായിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങൾ പഠിച്ചതേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഞങ്ങൾക്ക് ഈ പദവി മാത്രമേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയും. നമ്മൾ എവിടെ പോയി പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കും? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ എങ്ങും ഓടിപ്പോകണ്ട. ദൈവത്തിന് പണം വേണ്ട, ദൈവം നമുക്ക് തന്നാണ് പണവും പൈസയും എല്ലാം. അതുകൊണ്ട് നമ്മൾ ഒന്നോർക്കണമേ, നമ്മൾ എങ്ങും പോകണ്ട. ദൈവം നമ്മുടെ ഇടയ്ക്കൽ ഇറങ്ങി വരും. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് കുരിശിൽ തൂങ്ങപ്പെട്ട് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിനെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ജീവനുള്ള ദൈവമായതുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. ഞാനും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നപ്പോൾ ബോധമില്ലാതെ കിടന്ന അവസ്ഥകളുണ്ട്. അപ്പോഴൊക്കെ ഡോക്ടർമാർ പറഞ്ഞു, ഓപ്പറേഷന്റെ അവസ്ഥയിലൊക്കെ വന്നപ്പോഴും ബോധമില്ലാതെ കിടന്നപ്പോഴും 13 ദിവസം ജീവശവം പോലെ വീട്ടിൽ കിടക്കേണ്ടി വന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച് അങ്ങനെ പോയി കിടന്നപ്പോഴും എന്റെ യേശു കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളോർക്ക് ഒരു തൊഴിലുമില്ല. തലയൊക്കെ ഭാഷ കളിച്ച് നിൽക്കുന്ന ഭാഷ നല്ല കേട്ടോ. തലയൊക്കെ 3 ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയത് എന്റെ ദൈവമാണ് എന്നെ ഇത്രയും നടത്തുമാറാക്കിയത്. 3 ഓപ്പറേഷൻ ചെയ്തപ്പോഴും 3 ഓപ്പറേഷനിലും ഡോക്ടർമാര് പറഞ്ഞു മരിച്ചു പോകും, അല്ലെങ്കിൽ കോമാ സ്റ്റേജിൽ കിടക്കും, അല്ലെങ്കിൽ 1 വർഷം തളർന്നു കിടക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സംസാരിക്കുകയില്ല, കണ്ണ് കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, നടക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ ജീവിച്ച് ഇത്രത്തോളം എന്നെ നടത്തുമാറാക്കിയ ദൈവത്തെ എങ്ങനെ വിളിച്ചു പറയാതിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അത്ഭുത മന്ത്രിയാണ്, വീരന ദൈവമാണ്, നിത്യപിതാവാണ്. അത്ഭുതം ചെയ്യുന്ന ഒരേ ഒരു ദൈവം, കണ്ണിന് കാഴ്ച കൊടുത്ത ദൈവം, കുരുടിന് കാഴ്ചയില്ലാതിരുന്നപ്പോൾ കണ്ണിന് കാഴ്ച കൊടുത്ത ദൈവം, ചെകിടിന് കേട്ടു കൊടുത്ത ദൈവം, ഊമനെ സംസാരിക്കുമാറാക്കിയ ദൈവം. ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. വേറൊരു ദൈവവും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾക്ക് രോഗം മാറണമോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം യേശു കർത്താവാണ്. ആശ്വാസം വേണമോ? ആശ്വസിപ്പിക്കാമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കുക. നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ സഹോദരങ്ങളോ, നമ്മുടെ അയൽക്കാരോ, നമ്മുടെ സമ്പത്തോ, പണമോ ഒന്നും നമ്മളെ സ്വാധീനം ചെയ്യുകയില്ല. നമ്മളെ രക്ഷിക്കുവാൻ ഒരുവനുണ്ട്, നസറേയനായ യേശു. ആ യേശുവിൽ വിശ്വസിച്ചാൽ നമ്മൾക്ക് രക്ഷ പ്രാപിക്കാം. യേശുവിനെ തേടി അലഞ്ഞു നടക്കണ്ട, നമ്മൾക്ക് പണം കൊടുക്കണ്ട. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. ജീവനുള്ള ദൈവമായതുകൊണ്ട് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി, ഇത്രത്തോളം 3 ഓപ്പറേഷൻ ചെയ്തിട്ടും കോമാ സ്റ്റേജിൽ കിടക്കാതെ, അതെ എന്റെ തലയൊക്കെ ഓപ്പറേഷൻ ചെയ്ത് തലയൊട്ടിയെടുത്ത് 3 മാസം വയറ്റിൽ വെക്കണം, ജീവനുണ്ടെങ്കിൽ തിരിച്ചെടുത്ത് വെക്കാം എന്ന് പറഞ്ഞ ഡോക്ടർമാര് അപ്പോഴും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്റെ ബലം കൊണ്ടല്ല, ഞങ്ങളുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല, ഞങ്ങളുടെ ആൾ സഹായം കൊണ്ടല്ല, ആരും സഹായിക്കാനില്ലായിരുന്നു. എല്ലാവരും എടുത്തപ്പോഴും യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ആ ഐസിയുയിലും ഡോക്ടർമാരുടെ കൂടെയും രോഗാവസ്ഥയെ കിടന്നപ്പോഴും ബോധമില്ലാതെ കിടന്നപ്പോഴും എല്ലാം എന്റെ കർത്താവ് എന്നെ കാര്യം പിടിച്ച് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. നമ്മളെ സഹായിക്കുന്ന ദൈവം, നമുക്ക് സ്നേഹം തരുന്ന ദൈവം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദൈവം, നമ്മളെ സമാധാനിപ്പിക്കുന്ന ദൈവം. സമാധാനം വേണമോ? യേശുവിന്റെ അടുക്കിലേക്ക് വരിക. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല, നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ ദൈവം. അതേ സമാധാനത്തിന് വേണ്ടി എല്ലാവരും മദ്യവും മയക്കുമരുന്നും കഴിക്കും. അല്പനേരത്തെ സമാധാനം, അത് കഴിയുമ്പോൾ എന്തെല്ലാമാണ് നടക്കുന്നത് അതിന്റെ പിന്നിൽ നമ്മൾ കാണുന്നതാണ്.
അതുകൊണ്ട് സമാധാനം വേണമോ? യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിനായിരിക്കുക. നമ്മുടെ ഹൃദയം തുറന്ന യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം മതി. ദൈവത്തെ തേടി അടഞ്ഞ് നടക്കണ്ട, ദൈവത്തിന് പണം കൊടുക്കണ്ട. ദൈവം തന്നതാണ് നമ്മൾക്കുള്ളതല്ല. നമ്മൾ എത്ര അധ്വാനിച്ചാലും ഈ ഭൂമിയിൽ എത്ര എല്ലാം നേടി വെച്ചാലും നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല. നമ്മൾ ഒന്ന് ഓർക്കണമേ, ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. എത്രയോ പേർ മരണം പെട്ടുപോകുന്നു. ഈ നിൽക്കുന്ന ഞാനും എപ്പോ വേണമെങ്കിലും ഈ നിമിഷം വേണമെങ്കിലും മരണപ്പെടാം. എത്രത്തോളം എന്നെ ജീവിപ്പിച്ചു, മരണാവസ്ഥയിലും എനിക്ക് ജീവൻ തന്ന ദൈവം എന്നെ ജീവൻ തന്ന് ഇത്രത്തോളം നടത്തിയത് ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. യേശു രക്ഷിക്കും, യേശു സഹായിക്കുമെന്ന്. രക്ഷിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. രക്ഷ വേണമോ? യേശുവിന്റെ അടുക്കിലേക്ക് വരിക. യേശു നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ഒരടി അടുത്ത് ചെല്ലുമ്പോൾ രണ്ടടി നമ്മളോട് അടുത്ത് വരുന്ന ദൈവമാണ് യേശു കർത്താവ്. അതുകൊണ്ട് യേശുവിനോട് കൂടെ ഇരുന്ന് കൂടെ നടക്കുവാൻ നമ്മളെ വിളിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ തുറന്നു കൊടുത്ത് ദൈവത്തോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. ആരും നമ്മളെ അനുഗ്രഹിക്കുകയില്ല, ആരും സഹായിക്കുകയില്ല. വാർദ്ധക്യത്തിലായിരുന്നാലും രോഗാവസ്ഥയിലായിരുന്നാലും നമ്മൾക്കറിയാം എല്ലാവർക്കും ഒരു ഭാരമാണ്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് സമാധാനം തരും, സന്തോഷം തരും. രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ, കടത്താൽ ഭാരപ്പെടുന്നവരാണോ, കുടുംബ സമാധാനമില്ലാത്തവരാണോ, നിങ്ങൾ ഓടണ്ട, നെടുവീർപ്പിടണ്ട. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു നമ്മൾക്ക് വിടുതൽ തരും. യേശു നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യാണ്. ഞങ്ങളെ വിടുവെച്ച ദൈവം, എന്നെ വിടുവെച്ച ദൈവം, ഇത്രത്തോളം എന്നെ നടത്തുമാറാക്കിയ ദൈവം, ജീവൻ തന്ന ദൈവം. മരിച്ചു പോയെന്ന് പറഞ്ഞതാണല്ലോ, എങ്കിലും എനിക്ക് ജീവൻ തന്നു. കോമാറ്റേജ് കിടക്കാതെ, ഫിക്സ് വരാതെ, തളർന്നു കിടക്കാതെ എന്നെ ഇത്രത്തോളം കണ്ണിന് കാഴ്ച തന്നു, ചെവിക്ക് കേൾവി തന്നു, സംസാരശേഷി തന്നു. ഇതൊന്നും കിട്ടുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി, മെഡിക്കൽ സയൻസ് വിധി എഴുതി. എങ്കിലും എന്റെ കർത്താവ് കൈവിട്ടില്ല. അതെ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം, ആ ദൈവം കൂടെ നടത്തിയത് കൊണ്ടാണ് ഇന്നും ജീവിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളെ ആരും ഉപേക്ഷിക്കുകയില്ല. എല്ലാവരും ദൈവത്തോടു കൂടെ ആയിരിക്കാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.